ബാഗ്ദാദിലെ അറബ് മുസ്ലിം രാഷ്ട്ര ഉച്ചകോടിയിൽ ഇറാൻ പങ്കെടുത്തില്ല. അവർ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ബഹിഷ്കരിക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ബഹിഷ്കരണം എന്നൊരു പ്രയോഗം നടത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പരമാവധി അറബ് രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുകയും ഇപ്പോഴത്തെ ഇസ്രായേൽ നടത്തുന്ന ക്രൂര നരഹത്യയെ പ്രതിഷേധിക്കുകയും അവിടേക്ക് കാരുണ്യമായിരിക്കുന്ന സഹായങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. UN സഭയോടും അമേരിക്കയോടും ആഫ്രിക്കൻ രാജ്യങ്ങളോടൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്ര ഭരണാധികാരികൾ ഈ കാര്യം ഊന്നിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവിടെ നടക്കുന്നത് വംശഹത്യയാണ്. കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. നിഷ്ഠൂരം കൊന്നെടുക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇതിന് പിന്നാമ്പുറം അമേരിക്കയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മറ്റാരോ പ്രവർത്തിക്കുന്ന തരത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവർ ഓരോരോ രാഷ്ട്രങ്ങളും അവരുടേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും കൃത്യവും വ്യക്തമായ രീതിയിൽ പറയുകയും ചെയ്തു. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയുടെ പിന്തുണ ഇസ്രായേൽ ഉള്ളിടത്തോളം കാലം അവിടെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. യുദ്ധം ചെയ്യാതെ ഒരിക്കലും നീതി അവരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് മുമ്പ് ഫലസ്തീനും പറഞ്ഞത് അങ്ങനെയാണ്. സമാധാനമായിരിക്കുന്ന ഒരു പ്രതിഷേധങ്ങൾ, നിരാഹാരങ്ങൾ, സത്യാഗ്രഹങ്ങൾ പോലെയുള്ള പല രാജ്യങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അത്തരമൊരു സമീപന നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേലിന് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കൂട്ടക്കൊലകളും നരഹത്യകളും അറസ്റ്റ് ചെയ്യലും ജയിലിൽ വെച്ചിട്ടുള്ള പീഡനവും അതോടൊപ്പം മരണവും, മരണത്തിന് ശേഷം ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോലും മോഷ്ടിക്കപ്പെടുന്ന രീതിയിൽ ആന്തരികാവയങ്ങൾ കവരുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ പല ഘട്ടങ്ങളും ചെയ്തിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ ലോകത്തോട് പറഞ്ഞാണ്. ലോകം വിശ്വസിച്ചിട്ടില്ല. ലോകം വിശ്വസിച്ചത് ഒക്ടോബർ 7 തീയതിക്ക് ശേഷമാണ്. അപ്പോഴാണ് ലോകത്തിൻ്റെ മീഡിയകളും പത്രങ്ങളും രാഷ്ട്രതലവന്മാരും ഒക്കെ കണ്ണു തുറക്കുകയും പാലസ്തീനെ ലക്ഷ്യമാക്കിയിട്ട് അല്ലെങ്കിൽ പാലസ്തീനിലേക്ക് അവരൊന്ന് നോക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സംഭവങ്ങളൊക്കെ മുൻപ് ഫലസ്തീൻ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണ് നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ലോകത്തിന് ബോധ്യമായതും അന്നാണ്. ഇപ്പോൾ ഇതിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും അർത്ഥവത്തായ രീതിയിൽ തന്നെ ഉയർന്നു വരികയാണ്. അതിനവർ പറയുന്നത്, ഇസ്രായേൽ നൽകുന്ന സഹായങ്ങളും പിന്തുണയും ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ, അത് ഭക്ഷണമായിട്ടോ പെട്രോളിയമായിട്ടോ ആയുധമായിട്ടോ മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങളായിട്ടോ നൽകുന്ന പ്രവർത്തികൾ പൂർണ്ണമായിട്ട് അവസാനിക്കുകയും നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞ് നിലനിർത്തുന്നതോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ മറ്റ് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ടോ രഹസ്യമായിട്ട് എന്ന കാര്യം പരിശോധിക്കുകയും വേണം. അതിന് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ പ്രത്യേകമായിരിക്കുന്ന ഒരു സമിതിയെ രൂപീകരിക്കണം അന്ന് തന്നെ ഈ ജിദ്ദയിൽ നടന്നിരിക്കുന്ന ഉച്ചകോടിയിൽ ഇബ്രാഹിം റൈസി തന്നെ, ഇറാൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോഴും പറയുന്നു. ബാഗ്ദാദിലെ ഉച്ചകോടിയിലേക്ക് ഇറാനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പ്രതിനിധിയെ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബഹ്റൈനാണ് ക്ഷണിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരാണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന രൂപം വന്നിട്ടില്ല. എന്നാൽ ഇറാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അപ്പം തന്നെ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. നമ്മൾ കൂടിയിരുന്ന് കൊണ്ട് കുറച്ച് ചർച്ചകൾ ചെയ്ത് ചായ കാപ്പിയോ കുടിച്ചും കഴിഞ്ഞിട്ട് പിരിയുന്ന രീതിയിലുള്ള അവസ്ഥക്ക് ഇനിയെങ്കിലും അവസാനമാണ്. തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയും അത് നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുകയും വേണം. ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ വലിയ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്വീകരണം നൽകുന്നു. അവർ വലിയ മഹാനായിട്ട് പ്രഖ്യാപിക്കുന്നു. അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടേക്ക് ആയുധം ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും സംസാരിക്കാനും അറബ് രാജ്യങ്ങൾ വാശി പിടിക്കുകയും താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ ഗസയിൽ അനുഭവിക്കുന്ന പീഡന സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഗൗരവത്തോടു കൂടി പ്രസിഡന്റിനോട് സംസാരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രസിഡന്റിന് ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, എന്നാലും പരാതി നമ്മൾക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കണ്ടേ? അവരുടെ നാട്ടിലെ വ്യവസായത്തെക്കുറിച്ചും സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തെക്കുറിച്ചും പ്രതിരോധവുമായി ബന്ധപ്പെട്ടും ആയുധ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തങ്ങളുടെ രാജ്യത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നിക്ഷേപവും പ്രഖ്യാപിച്ചു. ആയുധ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കി. അങ്ങനെ ദശകോടികൾ വരാൻ പോകുന്ന ഒരു 100 വർഷത്തേക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന രീതിയിൽ
രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു കരാർ പത്രം എഴുതിയ തരത്തിലുള്ള ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ള ഒരു പരാമർശമാണ് ഇറാൻ നടത്തിയത് എന്ന് പറയുന്നു. അത് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി പറയുന്നത്. ഒരു വലിയ ദേശീയ മാധ്യമങ്ങളൊന്നും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന്, അതായത് ഗസയിൽ നിന്ന് പാലസ്തീനികളെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലിബിയയിലേക്ക് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ബാഗ്ദാദിൽ തന്നെ തുടർന്നു. കാരണം ഇത് കുറച്ച് മുമ്പേ ഉള്ള തീരുമാനങ്ങളായിരുന്നു. ഇപ്പോഴാണ് അതിന് ഒരു സജീവത ആയത്. ഇപ്പോൾ ഇസ്രായേൽ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഈ അവസാന ഘട്ടത്തിൽ നടന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മാസത്തെ വെടിനിർത്തൽ കഴിഞ്ഞു, രണ്ടാമത്തെ മാസത്തെ വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ മാസത്തിലെ അവസാനത്തെ ആഴ്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയെ ആക്രമിച്ചു. ആ വിഷയം അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെതിരെ നമുക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റി എന്ന ചോദ്യത്തിന് ഒരു നടപടി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. UN സഭ പല പ്രാവശ്യമായി പല ഘട്ടങ്ങളിലായി മൊത്തത്തിൽ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം 31 തവണയെങ്കിലും പല ആവശ്യങ്ങളും പല കാരണങ്ങളാലും UN സഭ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധമൊക്കെ ഇവർ തള്ളിപ്പോവുകയാണ് ചെയ്യുക. അമേരിക്കയിൽ ഇടപെട്ടുകൊണ്ട് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് തള്ളുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയായിട്ട് അത് ചെയ്യുന്നു. അങ്ങനെ അത് ലക്ഷ്യത്തിലെത്താൻ പറ്റാത്ത രീതി വരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ലോകത്ത് ഏത് രാജ്യത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വന്നാലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗത്ത് പുറത്തു വന്നു. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതിനുശേഷം തന്നെ അദ്ദേഹം 2 രാജ്യത്തെങ്കിലും സന്ദർശിച്ചു. ഒന്ന് അമേരിക്ക തന്നെ സന്ദർശിച്ചു, മറ്റൊന്ന് ജർമ്മനി, ഞാൻ തോന്നുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ പേരും കൂടെ അതിൽ പറയുന്നുണ്ട്, ഹോളണ്ട്, അങ്ങനെ തോന്നുന്നു ഒരു രാജ്യം കൂടി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ രാജ്യത്തൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് പറ്റും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ചെയ്തത് തുർക്കിയുടെ ആകാശത്തുകൂടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു മറ്റ് രാജ്യത്തേക്ക് സന്ദർശിക്കുന്ന സമയത്ത് അത് തുർക്കിയുടെ വൈമാനിക വിഭാഗം അതിൽ ഇടപെട്ടുകൊണ്ട് അത് തിരിച്ചയച്ചു. ഈ രാജ്യത്തിലൂടെ നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലുള്ള വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ആകെ ഒരു രാജ്യം ചെയ്തത് എന്നുള്ള ഒരു ചർച്ചയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം അറബ് രാജ്യങ്ങൾക്കകത്തുള്ള അമേരിക്കയുടെ സൈനിക മേഖല, സൈനിക താവളങ്ങൾ, ആയുധ സംഭരണ മേഖല ഇതെല്ലാം നിയന്ത്രിക്കണമെന്നും ഇവിടേക്ക് വരുന്ന വിമാനങ്ങളും ഇവിടെ നിന്ന് പോകുന്ന വിമാനങ്ങളും എന്തെല്ലാം വഹിച്ചുകൊണ്ടാണ് വരുന്നത്, എന്തെല്ലാം വഹിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് നിരീക്ഷണം നടത്തണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ വെച്ച്, അതായത് അറബ് രാജ്യങ്ങളുടെ ഭൂമികയിൽ വെച്ച് ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ ഒരു വിമാനം പറക്കാൻ അനുവദിക്കരുത് എന്ന് കൂടി പറഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകളാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് മുൻപ് തന്നെ പുറത്തു വന്നത്. അതൊന്നും അറബ് രാജ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാഗ്ദാദിൽ നടക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങളത് പങ്കെടുക്കുന്നില്ല എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവിടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് കൈകൊടുത്ത് പിരിയുന്ന ഒരു സംഭവമല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഒന്നുകിൽ ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക, അതല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനെ പൂർണ്ണമായ രീതിയിൽ ബഹിഷ്കരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുക. അങ്ങനെ ഈ മേഖല പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എടുത്തിരിക്കുന്ന തന്ത്രപരമായിരിക്കുന്ന നീക്കം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഏറ്റവും സജീവമായിരിക്കുന്ന സൈനിക ബലമുള്ള രാജ്യമാണ് ഇറാൻ എന്നതിനാൽ ഇറാനെതിരെ ഒരു ബദൽ സംവിധാനം, അതിന് ശക്തിയുള്ള ഒരു സംവിധാനം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങൾ അമേരിക്ക നൽകാനുള്ള കരാർ വ്യവസ്ഥയാണ് ഒപ്പുവെച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ അഭിപ്രായം. പല മീഡിയക്കാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയുന്ന കാര്യമാണ്, ഇറാനെ ഒതുക്കുന്നതിനെ കുറിച്ചല്ലാതെ പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗസയിലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ എത്തിക്കുന്നതിനെക്കുറിച്ചോ വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയൊന്നും യഥാർത്ഥത്തിൽ ഈ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അതിൽ 3 രാജ്യങ്ങളിലും ഏറെക്കുറെ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അന്നത്തെ ദിവസം തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട്, അതായത് ഈ ഹമാസ്, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട്
സമാധാനമായിരിക്കുന്ന ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഈ ഖത്തർ സമയം കണ്ടെത്തുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്രായേലോ ഹമാസിനോ തയ്യാറാവാത്തത് കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം, ബാഗ്ദാദിലെ അറബ് മുസ്ലിം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറാൻ ഈ ഉച്ചകോടി ബഹിഷ്കരിക്കാൻ അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോഴും അമേരിക്കയെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതും അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരുമായിട്ട് സഹകരിക്കാൻ സന്നദ്ധമാവുന്നില്ല എന്നതിനപ്പുറം അവർക്കെതിരെ ശക്തമായ രീതിയിൽ സംസാരിക്കാൻ പോലും ധൈര്യം കാണിക്കുന്നില്ല എന്നിടത്തേക്ക് തങ്ങൾ എന്തിന് പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചോദിക്കുന്നത് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.